എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറിന്റെ സ്വന്തം ഉന്നക്കായയാണ്. അപ്പൊ ഇതൊരു 4 മണി പലഹാരമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏത്തപ്പഴമാണ്. അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരുപാട് അങ്ങ് പഴുത്തുപോയ പഴം വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു രീതിക്കുള്ള ഏത്തപ്പഴം വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് 4 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു തട്ടിന്റെ മുകളിലായിട്ട് നമ്മുടെ പഴമൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഈ ഫില്ലിംഗ് ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ബ്ലാക്ക് കളറിലുള്ളതോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ളതോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഫില്ലിംഗിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വാടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നെയ്യില് കശുവണ്ടി മുന്തിരിയും അതുപോലെ തേങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിക്കുമ്പോൾ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് പൊടിച്ചാൽ മതിയേ. അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. ഇനി നമുക്കെല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കപ്പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്താൽ നമ്മുടെ ഈ ഫില്ലിങ്ങിന്റെ ടേസ്റ്റ് വേറെ ലെവലിലായിരിക്കും. വേറെ ഒന്നും അല്ല കേട്ടോ, 2 മുട്ടയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പക്ഷെ ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ മധുരം നോക്കിയതിന് ശേഷം പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പൊ ഇനി ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴത്തിന്റെ കോട്ടിംഗ് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴം 2ആയിട്ട് കട്ടാക്കിയതിനു ശേഷം പിന്നെ നടുവേ പിളർന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിന്റെ നടുവിലുള്ള ആ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് കളയാനായിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, അതെന്തായാലും റിമൂവ് ചെയ്ത് കളയണം. ഇപ്പൊ ഞാനിവിടെ ഓരോ ഏത്തപ്പഴത്തിന്റെയും കുരുവെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഞാൻ പണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്നും കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ മിക്സിയിലിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നല്ല രീതിക്ക് കിട്ടത്തില്ല. അപ്പൊ ഒരു സ്മാഷറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു തവിയാണെങ്കിലും മതി കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഉന്നക്കായ ഒരു റിച്ച് ആയിട്ടുള്ള സ്നാക്കാന്ന് പറയാവേ. നെയ്യും പഴവും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ അത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇതിന്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് പഴുത്ത പഴം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം ഈ രീതിക്ക് നമുക്ക് ഉന്നക്കായയുടെ ആ ഒരു പുറത്തെ കോട്ടിങ് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതിലേക്ക് നമ്മൾ ബൈൻഡിങ് ഏജൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, മൈദ അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഈ പഴം ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഇതിന്റെ കോട്ടിങ് തയ്യാറാക്കുന്നത്. അപ്പൊ മൈദ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറി കിട്ടും. അപ്പൊ നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് അധികം പഴുക്കാത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ ഇവിടെ പരത്തിയെടുത്ത ഈ ഒരു ഏത്തപ്പഴത്തിന്റെ കോട്ടിങ്ങിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിംഗും കൂടെ വെച്ച് കൊടുത്ത് ഇത് ഉന്നക്കായയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ഈ ഷേപ്പിലേക്ക് ആയി കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ആദ്യത്തെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കയ്യിൽ ഉരുട്ടിയെടുത്താൽ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആവും. ഇത് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. ഇനി ഇപ്പൊ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പൊരിച്ചെടുക്കാനുള്ള ഉന്നക്കായ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പൊ എണ്ണ നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വേണം കേട്ടോ നമുക്കിത് കോരിയെടുക്കാനായിട്ട്.
ഇത് പൊരിച്ചെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉന്നക്കായ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വരുന്ന ഉന്നക്കായും ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു യെല്ലോ കളറിൽ നിന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ ഇതിന്റെ ട്രഡീഷണൽ റെസിപ്പിയിൽ നമ്മുടെ ഫില്ലിങ്ങിൽ മുട്ട ചേർക്കാറില്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. അങ്ങനെ ഇതേപോലെ എല്ലാ ഉന്നക്കായും ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാറിന്റെ ഡെലിക്കസി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. ഇപ്പൊ മലബാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.